എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഞങ്ങൾ പാലക്കാട്ടിൽ നിന്ന് വരികയാണ്. വരുന്ന വഴിക്ക് ഞങ്ങൾ എറണാകുളത്തേക്ക് ഒരു ഈവനിങ് വാക്കിന് വേണ്ടി മറൈൻ ഡ്രൈവിലൂടെ ഞങ്ങൾ ഒരു ഈവനിങ് വാക്കിന് വേണ്ടി ഞങ്ങൾ ഇറങ്ങിയതാണ്. ഇറങ്ങുന്ന വഴിക്ക് എറണാകുളത്ത് ദർബാർ ഹോട്ടൽ വേണ്ട ഒരു ഏരിയ ഉണ്ട്. ദർബാർ ഹോട്ടലിൽ ഞങ്ങൾ വന്നിരിക്കുകയാണ്. ഇവിടുത്തെ സ്പെഷ്യൽ ഒരു കാളാഞ്ചി എന്ന് പറഞ്ഞ ഒരു മത്സ്യമാണ്. ഇവിടെ വന്നിട്ട് കാളാഞ്ചി എന്ന് പറയുന്ന മത്സ്യമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ. അതെ, പിന്നെ ഫുഡിന്റെ ടേസ്റ്റ് എന്താണ് നമുക്ക് ഉള്ളിലോട്ട് നേരിട്ട് പോയി നമുക്ക് ടേസ്റ്റ് അറിഞ്ഞ് റിസൾട്ട് നമുക്ക് പറയാം. ഈ ഒരു ഹോട്ടലിന്റെ ഓണർ ചേട്ടാ നമസ്കാരം. എന്താ പേരെന്താണ്? അനൂപ് അസീസ്. പറയോട്ടെ ഏട്ടന്റെ ഹോട്ടലിന്റെ സ്പെഷ്യാലിറ്റി എന്തൊക്കെയാണ്? നമ്മൾ സ്പെഷ്യലി അത്യാവശ്യം എല്ലാവർക്കും അറിയാം, ഇവിടെ ഫിഷിന്റെ ഒരു കലവറ തന്നെയാണ്. അതിന്റെ ഏറ്റവും വലിയ സ്പെഷ്യൽ മീനാണ് കാളാഞ്ചി. കാളാഞ്ചിയിലെ എന്താണ് ഈ മീനിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്? ഈ കാളാഞ്ചി ഇവിടെ അൽഫാം ബാർബിക്യൂ ചെയ്യുന്നുണ്ട്, കാളാഞ്ചി തവ ഫ്രൈ ഉണ്ട്, പിന്നെ ചെമ്പല്ലി മറ്റുള്ള കുറെ വെറൈറ്റീസ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അതായത് നല്ല നത്തോലി, കൊഴുവോട്ട്, ചാള, അയില, കൊഴുവ, ചെമ്മീൻ, കൂന്തള്, ഞണ്ട്, മീൻ കറി, മുളകിട്ടത്, മലബാർ ഫിഷ് കറി, പള്ളിക്കറി ഉണ്ട്, ചിക്കൻ ഉണ്ട്, ഫിഷിന്റെ എല്ലാ വെറൈറ്റി ഐറ്റംസും ഇവിടെ ലഭ്യമാണ്. എങ്ങനെ രാവിലെയാണോ സ്പെഷ്യൽ അതോ ഈവനിങ് എന്താണ് ഇവിടെ മറ്റേ ഹോട്ടലിന്റെ സമയം എന്താണ്? ഉച്ച തൊട്ട് രാത്രി 12 മണി തൊട്ട് രാത്രി 12 മണി വരെ. 12 ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന സമയം അത് ഒരു തിരിവാണത്. ഉച്ചക്ക് ചിലപ്പോൾ കുറെ ആളുണ്ടാവും. ഉച്ചക്ക് ആൾ കൂടുതലാണെങ്കിൽ വൈകിട്ട് കുറയും. അതെ അതെ അതെ, കൂടുതലാണെങ്കിൽ വൈകിട്ട് അതൊരു രാവിലെ നടന്നുകൊണ്ടിരിക്കും. ഈവനിങ് ആയിരിക്കും തോന്നുന്നത് എനിക്ക്. ഏറ്റവും കാര്യങ്ങളൊന്നും ഇല്ല. ഓല, മുള അല്ലേ, മുളയായിട്ട് ബന്ധം നൊസ്റ്റാളജി ആയിട്ട്. അതെ 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 അതെ, ശരി. ആൾക്കാർക്ക് പിന്നെ ഒന്നുമില്ല, എവിടേക്ക് ഇട്ട് കഴിച്ചാൽ മാത്രം മതി. അതെ 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 അതെ. അപ്പം ചേട്ടനെ പരിചയപ്പെട്ട ഒരുപാട് സന്തോഷമുണ്ട്. ചേട്ടാ ഈ ഹോട്ടലിലെ ലൊക്കേഷൻ നമ്മൾ എന്താ പറയുക, പാലക്കാട് നിന്നൊക്കെ വരുന്ന വഴിക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പൊ എങ്ങനെ വരും? ആലുവ കഴിഞ്ഞ് വരുമ്പോ ഇത് എറണാകുളം ജില്ലയില് വൈറ്റില ആലപ്പി റൂട്ട്. വൈറ്റില ആലപ്പി റൂട്ടിലാണല്ലേ? 4 കിലോമീറ്റർ. നെട്ടൂർപ്പള്ളി ആ ഭാഗത്താണല്ലേ? നിയർ നിപ്പോൺ ടൊയോട്ട ഉണ്ട്, ലക്ഷോർ ഹോസ്പിറ്റൽ ഉണ്ട്. ഓഹോ, ചേട്ടാ എത്ര വർഷം ഇവിടെ തുടങ്ങിയിട്ട്? 4 വർഷം ആകണം. 4 വർഷം ആവണ്ടല്ലേ? ഓക്കെ. ലൊക്കേഷൻ ഉണ്ട്, ദർബാർ സീ ഫുഡ്. ഇതുവരെയുള്ള എക്സ്പീരിയൻസ് എന്താണെന്ന് പറയും. ഫുഡ് ബ്ലോഗേഴ്സിന് നോർമലി ഇതുപോലുള്ള ഹോട്ടലുകളിൽ ഭക്ഷണം ഫ്രീ ആണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബ്ലോഗറായിട്ടുള്ള വിനോജിന്റെ ഒരു കെയർ ഓഫില് എനിക്ക് ആ ഫുഡ് അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് കഴിക്കാൻ പറ്റും. അതോടെ ഒട്ടും പ്രതീക്ഷണ്ട.